കളങ്കാവൽ മമ്മൂട്ടിയുടെ കൊടൂരமான ഒരു വില്ലൻ വെയിറ്റിങ്ങിലാണ് അല്ലേ? അതായത് നല്ല ഹൈപ്പ് ഉണ്ട് പടത്തിന്. അതായത് അതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയ സമയം മുതൽ തന്നെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു പടത്തിന്. അതായത് ആ സിഗരറ്റ് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന പടം. അപ്പോൾ അതിന് ശേഷം കുറേ ഡീറ്റെയിൽസ് വന്നു. അതായത് ഇപ്പോൾ റൂമേഴ്സും വന്നു അതിൻ്റെ കൂടെ. അതായത് ഇപ്പോൾ ഈ സയനൈഡ് മോഹനൻ്റെ കഥയാണ് പറയുന്നതെന്നുള്ളത്. സയനൈഡ് മോഹനൻ്റെ കഥ എല്ലാവർക്കും അറിയാം. അതായത് സ്ത്രീകളെ പ്രണയിച്ച് കൊണ്ടുപോയി അവരെ ഉപയോഗിച്ചതിന് ശേഷം ഈ സയനൈഡ് കൊടുത്ത് കൊല്ലുക. അതായത് ഗർഭനിരോധന ഗുളിക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കൊല്ലുന്ന പരിപാടിയായിരുന്നു അത്. അപ്പൊ അതിലെ സയനൈഡ് മോഹനന്റെ ഏകദേശം ഒരു ഇത് വരുന്ന കഥാപാത്രമാണ് ഇതിൽ എന്നൊക്കെയുള്ള തരത്തിലുള്ള ന്യൂസും റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പാണ് പടത്തിന്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം കൂടിയാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഒക്കെ ചില എന്താ പറയാ ബൈറ്റ് സാധനങ്ങളൊക്കെ വന്നായിരുന്നു. ബൈറ്റ് അല്ല, പുള്ളി പറഞ്ഞതായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഇങ്ങനെ കൊടൂരമായ ഒരു വില്ലൻ നെഗറ്റീവ് റോള് ചെയ്യുമ്പോൾ ഫാൻസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഫാൻസ് ഒക്കെ എന്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള മറുപടിയൊക്കെ മമ്മൂട്ടി പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഫാൻസ് സ്റ്റാർഡം എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുക. പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ ഇത്രയും കാലം ഇങ്ങനെ നന്മമരം പോലെ അല്ലെങ്കിൽ അത്തരം കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രം ഒരു ഹീറോ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തെടുത്തുനിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇങ്ങനെ ക്യാരക്ടറുകൾ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ അഭിനയത്തോടുള്ള ഒരു ഒരു അഭിനിവേശം എന്ന് പറയുന്നത് എന്താ പറയുക പുള്ളിക്ക് ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വിധേയനിലെ പട്ടേലര് അത് നല്ല ഒരു 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 ഫ്യൂഡൽ മാടമ്പിയാണ്. ഫുൾ നെഗറ്റീവ് ഗ്രേ ഷെയ്ഡുള്ള ഒരു മാടമ്പിയാണ് അതിനകത്ത് പുള്ളി. പുള്ളി അത് കിണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മുടെ ഇതിൽ പാലേരുമാണിക്യത്തിലെ എന്താ പറയുക ആജിയാര് മുരിക്കൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായിട്ട് പുള്ളി ചെയ്തതും പിന്നെ അതിന് ശേഷം നമ്മുടെ ഭ്രമയുഗത്തിലൊക്കെ പുള്ളി വേറെ റേഞ്ചിൽ എന്താ പറയുക കൊടുമൺ പോറ്റിയായിട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആ റേഞ്ചിൽ പുള്ളി ചെയ്യുന്നതാണ്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമല്ല പുള്ളി ഇപ്പം ഈ പറയുന്ന അഭിനയം കൊണ്ട് പുള്ളി തകർത്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം എനിക്ക് പൊന്തന്മാടയുണ്ട്, പിന്നെ അതേപോലെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കൊരു ഒരു പുള്ളിയുടെ അടുത്ത ഒരു എക്സ്പെരിമെൻറ്റും കൂടെയാണ് ഈ പറയുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ എന്നുള്ളതാണ്. പറഞ്ഞു വരുന്ന അതല്ല, ഈ ഈ ഒരു ഹൈപ്പ് ഓവർ ഹൈപ്പ് ഈ പടത്തിന് വിനയാവുമോ എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എമ്പുരാൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും മലൈക്കോട്ടെ വാലിബിനൊക്കെ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണത്. അതായത് എമ്പുരാൻ ഈ മലൈക്കോട്ടെ വാലിബനൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം മമ്മൂട്ടി ഓൾറെഡി LJP ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു പടം ചെയ്തു അല്ലേ? അതായത് നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞിട്ടുള്ള പടം കിടിലൻ സൂപ്പർ പടമായിരുന്നു. എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുള്ള പുള്ളിയുടെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസ് കണ്ടിട്ടുള്ള ഒരു ഒരു പടമാണ് നമ്മുടെ ഈ പറഞ്ഞ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞത്. LJP എന്ന് പറയുന്ന വളരെ വേഴ്സറ്റൈലായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ ഒരു ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഒരു പടം മമ്മൂട്ടി ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ചർച്ചകൾ എയറിലുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ ഇപ്പോഴും പഴയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ആ ഒരു കൈൻഡ് ഓഫ് ചർച്ചകൾ വരുന്ന സമയത്താണ് ഇതേ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ടൊരു പടം ലാലേട്ടനും LJPയും കൂടെ ചെയ്യുന്നു എന്നുള്ളത്. അതുമാത്രമല്ല ആ ഒരു പേര് തന്നെ ഒരു ഗാംഭീര്യമുള്ള പേരാണ്, മലൈക്കോട്ടെ വാലിബൻ. അതായത് ഈ രാവണപ്രഭു പോലെയുള്ള പടങ്ങളൊക്കെ ചെയ്ത് ആൾക്കാർ ഇടിച്ച് ഇടുന്ന ഒരു ഒരു കരുത്തനായിട്ടുള്ള ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, ആ കൈൻഡ് ഓഫ് ഒരു ഒരു തോട്ടും റിസംബ്ലൻസസും അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കൈൻഡ് ഓഫ് പേരാണ് ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ. അപ്പം അങ്ങനെ ഒരു പേരും പിന്നെ അതിൻ്റെ കൂടെ പുള്ളിയുടെ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കിണ്ണം കാച്ചി പോസ്റ്ററും സാധനങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു ഇത് ഇങ്ങനെ ഒരു സാധനം. അന്നും ഈ പോസ്റ്ററൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ലാലേട്ടൻ്റെ ഒരു ലുക്കും സാധനങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ പടം ഇറങ്ങിയപ്പോൾ പടം ഫ്ലോപ്പായി, ആളുകൾക്ക് ഇഷ്ടമായില്ല. കാരണം അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ കൈൻഡ് ഓഫ് മേക്കിങ്ങിനെ ആ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ സത്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇനീഷ്യലി തിയേറ്ററിൽ പുള്ള് ചെയ്തത് ഈ പറയുന്ന രാവിലെ 6 മണിൻ്റെയും 6:30ൻ്റെയൊക്കെ ഷോക്ക് ആൾക്കാർ പോയത് ഈ പറയുന്ന ഫാൻസാണ്. ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആ ഒരു ഒരു ആചാരഭാവമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മസ്കുലർ ഒരു ഒരു മെന്നിൻ്റെ ആക്റ്റാണ്, അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ആക്ഷൻ കൈൻഡ് ഓഫ് സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട്
ഒരു ഡ്രാമ പോലെ വളരെ സ്ലോ ഫേസിൽ പറഞ്ഞു പോകുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തൊരു പടമായിരുന്നു അത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇനീഷ്യലി വന്നത് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത്. ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമായില്ല. രാവിലെ പല്ല് പോലും തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ട് തിയേറ്ററിൽ കയറിയിട്ടുള്ള ഫാൻസ് തന്നെ അതിന് കുറ്റം പറഞ്ഞു. അതിന് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. പിന്നെ അത് ആര് കാണാനാണ്? അപ്പം അങ്ങനെ ഒരു പ്രശ്നം ആ ഒരു പടത്തിനുണ്ടായി. ഓവർ ഹൈപ്പ് വെച്ച് വേറൊരു സാധനം എക്സ്പെക്ട് ചെയ്ത് പടം കാണാൻ കേറിയിട്ട് ആ ഒരു കൈൻഡ് ഓഫ് സാധനം കിട്ടാണ്ട് ഇറങ്ങി വരുന്ന ഒരു 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 ഗ്രാറ്റിഫിക്കേഷൻ 100% നീഡായില്ല എന്ന് പറയുന്ന ആ നീഡ് ഫുൾഫിൽ ആയില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞൊരു പടത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു എമ്പുരാൻ. ലൂസിഫർ വെച്ചിട്ടുള്ള ഒരു 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 ബെഞ്ച് മാർക്ക്, ഒരു സാച്ചുറേഷൻ ഒരു ലെവലുണ്ട്. ആ ലെവലിന്റെ മുകളിലേക്കാണ് സത്യത്തിൽ എമ്പുരാനിൽ എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ അത്രത്തോളം അത് കമ്പയർ ടു ലൂസിഫർ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആളുകൾക്ക് കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ ഇതിനുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഹൈപ്പാണ്. പടത്തിനുണ്ടാവുന്ന ഹൈപ്പാണ്. അതായത് റിലീസ് ആവുന്നതിന് മുന്നേ ഈ പോസ്റ്ററിലൂടെയും ഈ പറയുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പോസ്റ്ററും ടീസറും സാധനങ്ങളൊക്കെ വരുമ്പോൾ വേറൊരു കൈൻഡ് ഓഫ് തോട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള എക്സ്പെക്ടേഷനിൽ പോയിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് അത് കിട്ടാണ്ട് വരുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കളങ്കാവലിന് ഉണ്ടാവുമോ എന്ന ഒരു ഡൗട്ട് സത്യത്തിലുണ്ട്. അതായത് നല്ല ഹൈപ്പാണ് പടത്തിന്. നല്ല ഈ ലുക്കും സാധനങ്ങളൊക്കെ വന്നപ്പോൾ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു പടത്തിന്. നല്ല ഹൈപ്പ് ഉണ്ട് പടത്തിന്. ഇത് മീറ്റ് ചെയ്യാണ്ട് വന്നാൽ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തിയേറ്ററിലേക്ക് ഒരു സാധനം ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു സാധനം ഇല്ലാണ്ട് പടം കാണാൻ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നിരുന്നാലേ ഈ സാധനം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ മീറ്റ് ആവാണ്ട് നമ്മളിങ്ങനെ ഒരു 50% സാധനം മാത്രം കിട്ടിയിട്ട് ഗ്രാറ്റിഫിക്കേഷൻ ഒരിക്കലും ആ നീഡ് ഫുൾഫിൽ ആവാണ്ട് ഇറങ്ങി വരുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം ഈ ഒരു പടത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടായിട്ട് ഒരു എക്സ്പെക്ടേഷനിൽ വന്നിട്ട് ഹിറ്റായ പടം ഇപ്പം നമ്മൾ ഭ്രമയുഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കൊടുമൺ പോറ്റിയായിട്ടുള്ള ആ വാ തുറന്ന് നിൽക്കുന്ന ആ പോസ്റ്റർ സാധനം ആദ്യം പുറത്തു വന്നു. അപ്പോൾ ഇത് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പടം കാണാൻ പോയപ്പോഴും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയപ്പോൾ അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. പടം നന്നായിട്ട് ഓടി. നല്ല വിജയമായിരുന്നു ആ പടം. അപ്പോൾ കളങ്കാവലിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പുള്ളി ഒരിക്കലും പുള്ളിയുടെ ഒരു ആക്ട് വെച്ചിട്ട് പുള്ളിയുടെ ഒരു പെർഫോമൻസിൽ ഒരിക്കലും അതിന് ആ പടത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പുള്ളിയുടെ പെർഫോമൻസിൻ്റെ അപ്പുറത്തേക്കുള്ള അതിൻ്റെ കഥ, അതിൻ്റെ പ്ലോട്ട്, അതിൽ ഡെവലപ്പായി വരുന്ന കുറേ സാധനങ്ങൾ, അതിൻ്റെ നമ്മളിപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ 3 ആക്ട് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, ഇതിൻ്റെ എല്ലാം കൂടെ കൂടിച്ചേരൽ വരുന്ന സമയത്താണ് ആ പടം ഹിറ്റ് ആവുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ആൾക്കാരൊക്കെ ബ്ലോഗേഴ്സൊക്കെ അത്യാവശ്യം നല്ല വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. പോസ്റ്ററുകൾ നന്നായിട്ട് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനമാണ് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഈ സാധനം ഇനി കാണുമ്പോൾ ആൾക്കാർക്ക് അത് നീഡ് അത് ഫുൾഫിൽ ആയില്ല എന്നുണ്ടെങ്കിലുള്ളൊരു പ്രശ്നം. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പടം ഇറങ്ങുന്ന സമയത്ത് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് പോയി കാണാം. ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇതിങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പോയി കണ്ടൊരു പടമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ഇപ്പോൾ എൻ്റെയൊക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ അവരിപ്പോൾ ഈ പടം ഇറങ്ങി ഇപ്പോൾ ഏകദേശം 10-12 ദിവസമായി. ആൾക്കാർ അതിന് നല്ല ഹൈപ്പായി. ആൾക്കാർ ഭയങ്കര റിവ്യൂ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നത് ചന്ദ്രയാണ്. അപ്പോൾ ഇതെന്താ പടം എന്നൊക്കെയുള്ള ഒരു ലെവലിൽ പോയി കണ്ടിട്ട് ഈ പറയാൻ മാത്രമൊക്കെ ഇപ്പോൾ അതിനുണ്ടോ എന്നുള്ള കൈൻഡ് ഓഫ് തോട്ട് പങ്കുവെച്ചിട്ട് ആൾക്കാരുണ്ട്. പടം നല്ല പടമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുണ്ട്. പക്ഷേ ഇത്രക്ക് പറയാൻ മാത്രം ഉണ്ടോ എന്നുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഹൈപ്പ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഇത് ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കാണ്ട് പോയി കാണുന്നതായിരിക്കും ഈ പടത്തിനും നല്ലത്, പടം കാണാൻ പോകുന്ന ആളുകൾക്കും നല്ലത് എന്നുള്ളതാണ്.